ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസംബർ 5 വ്യാഴാഴ്ച മീനാക്ഷിയുടെ എൻഗേജ്മെൻ്റാണ്. ഞങ്ങൾ രാവിലെ 5 മണിക്ക് കുളിച്ച് സെറ്റായി ഇരിക്കുവാണ്. ഇപ്പോൾ 6:25 മീനാക്ഷിയായിട്ട് പാർലറിൽ പോകുമ്പോൾ മീനാക്ഷിക്ക് ഒരുങ്ങാനായിട്ട് മീനാക്ഷി ഇവിടെ ഇരിപ്പുണ്ട്. മീനാക്ഷി എക്സൈറ്റ്മെൻ്റ് ഉണ്ടോ, ടെൻഷൻ ഉണ്ടോ? രണ്ടും ഉണ്ട് കേട്ടോ. ഞങ്ങളെ കൊണ്ടാക്കാൻ പിച്ചുകൊണ്ട് വരുന്ന ഇത്രയും സാധനങ്ങൾ കൊണ്ടുപോകാനുള്ളതാണ്. ഞാനും അമ്മയും പോകും. 6:26 അവർ 6:30 ചെല്ലണമെന്നാ പറഞ്ഞത്. ഞാനും ആ മുത്തു എത്ര നേരമായിട്ട് അമ്മ അതോ കുളിക്കുന്നേ ഉള്ളു. അപ്പം നമ്മളങ്ങനെ ഇറങ്ങി. എത്ര മണിയായി? 6:40 കഴിഞ്ഞു. 6:45 പോകുന്നു. അമ്മ അതുകൊണ്ട് ലേറ്റ് ആക്കി. അവിടെ ചെന്നിട്ട് അപ്പം അതാണ്ട് എത്തി. മീനാക്ഷിക്ക് ആദ്യം ഹെയർ ചെയ്യാണ്ടിരുന്ന് മീനാക്ഷിയുടെ ഹെയറൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഒരുങ്ങാനായിട്ട് കയറി. ഞാൻ ഒരുങ്ങിയൊക്കെ സെറ്റായപ്പോഴത്തേക്കും അമ്മ വന്ന്. ഞങ്ങളൊക്കെ വന്നപ്പോൾ നമ്മുടെ മുത്തുക്കിളി സാരിയൊക്കെ കൊടുത്ത് സെറ്റായി വെക്കുന്നുണ്ട് കേട്ടോ. ഇതാരാ ഇത്? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട സാരി കുത്തുന്നോ? കൊമ്പുണ്ടോ അതിന്? നമ്മളുടെ മീനാക്ഷി ഇത്രയൊക്കെ ഒരുങ്ങി കണ്ണാടി കൂടെ നേരെ കാണിക്കട്ടെ. ഓർണമെന്റ്സ് ഒക്കെ കാണിക്കട്ടെ. ഇതാണ് മീനാക്ഷിയുടെ ഓർണമെന്റ്സ്. കൈ നീട്ടി വെച്ചേ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ലാസ്റ്റ് മിനുക്ക് പണി ഹെയർ സ്റ്റൈല് നടന്നുകൊണ്ടിരിക്കുക മീനാക്ഷിയുടെ. ലാഡിവ എന്ന് പറയുന്ന ബ്യൂട്ടി പാർലറാണ്. ഇവിടെ നമ്മളെ മേവറം മെഡിസിറ്റി കഴിഞ്ഞ് മെഡിസിറ്റി വരെ പോകണ്ടേ? ആ, അങ്ങനെ. ഇവിടെ അമ്മുക്കുട്ടി ഒരുങ്ങിയത് നിശ്ചയത്തിന്. ഇതാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ്. ഇത് മോളെ പേര് ഭീഷ്മയാ? ഭീഷ്മ. മോടെ പേരെന്തുവാ? അനു. മോടെ പേര് ദയ മീനാക്ഷി. ഞാനും മീനാക്ഷിയിലൂടെ ഞാൻ ഫോട്ടോ എടുക്കാൻ പോവാണ്. ഇവരാരും ഇല്ല, ഇവർ വീട്ടിലോട്ട് പോകുക. ഞാനും മീനാക്ഷിയിലൂടെ ഞാൻ മാത്രമേ പോകുന്നുള്ളൂ. എന്താ ആ സാരി ആ കൊമ്പ് പിടിക്കാതിരിക്കുന്നല്ലേ ഭംഗി? നോക്കിയാൽ എങ്ങനെയുണ്ടോ? ഒരുങ്ങിയൊക്കെ എങ്ങനെയുണ്ടോ നോക്കി. അതൊക്കെ ഒന്ന് എങ്ങനെയുണ്ടോ? ഒരുങ്ങിയൊക്കെ എങ്ങനെയുണ്ടോ നോക്കി. ഒരു സെറ്റ് പോയി. മുത്തുക്കിളി മീനാക്ഷി ചേച്ചിയുടെ കൂടെ ഫോട്ടോ എടുക്കാൻ പോയി. എന്റെ മാല എവിടെ? ഓക്കെ. അപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് അച്ചുഷാജി ആൻഡ് മോയ് മോമി ആൻഡ് ഡ്രൈവിംഗ് സംഗീത മാഡം.
കാണിക്കെന്ന് പറഞ്ഞ ചാവുമായിരുന്നു. നമ്മളെ വ്ളോഗാട്ടോ, വ്ളോഗിലിടെ. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മൾ ചേട്ടനെയും ചേട്ടൻ്റെ ഫാമിലിയെയും സ്റ്റേജിലോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പാട്ട് എന്ന് വെച്ചാൽ സോങ് ഇതിൽ കൊടുത്താൽ കോപ്പിറൈറ്റ് വരും എന്നുള്ളൊരു പ്രശ്നം കാരണം ഞാൻ ഒന്നിനും അങ്ങനെ ഒരു സൗണ്ടോ കാര്യങ്ങളോ കൊടുത്തിട്ടില്ല. അതിന് ശേഷം അവർ ചേട്ടൻ്റെ ഫാമിലിയും ചേട്ടനും കൂടെ സ്റ്റേജിൽ വന്ന് തൊഴുന്ന ഫോട്ടോസൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് മീനാക്ഷി ഭയങ്കര ടെൻഷനിലായിരുന്നു. ടെൻഷൻ ഇതിപ്പോ ആർക്കാ ടെൻഷൻ? എനിക്ക് ടെൻഷനടി ഇവിടെ എന്തിനാ സൂര്യചേട്ടൻ വേണ്ട അപ്പോൾ താണ്ട അടുത്ത മീനാക്ഷിയുടെ എൻട്രിയാണ്. ഏറ്റവും ഞങ്ങൾ പ്ലാൻ ചെയ്തതും സംഭവിച്ചതും രണ്ടാ. നമ്മൾ പ്ലാൻ ചെയ്തത് ഈ നമ്മുടെ വല്യച്ഛനും പിള്ളോപ്പനും കൂടെ കുളമാക്കി തന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്ത രീതി മീനാക്ഷിയെ ഞങ്ങൾ പെൺപിള്ളേരും ചേട്ടന്മാരും കൊണ്ടുവരുന്ന രീതിയായിരുന്നു, പാട്ടൊക്കെ ഇട്ട്. അപ്പം പാട്ടിട്ടാണ് മീനാക്ഷിയെ കൊണ്ടുവന്നത്. പക്ഷെ പാട്ട് ഞാൻ ഇതിനകത്ത് കൊടുക്കാത്തത് കോപ്പിറൈറ്റ് ഇഷ്യൂ എന്തായാലും ഉറപ്പായിട്ടും വരും, അതെനിക്ക് 100% ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നു വോയിസ് കൊടുക്കുന്നത്. മറ്റേ ലൈവിന് തന്നെ നമ്മൾ ഫുള്ള് കോപ്പിറൈറ്റായി. ലൈവിന് എൻട്രി സോങ് കോപ്പിറൈറ്റ് വന്ന്, പിന്നെ ഡാൻസിൻ്റെ എല്ലാം കോപ്പിറൈറ്റ് വന്ന്. അത് കഴിഞ്ഞ് സ്റ്റേജിൽ വന്ന് അവരുടെ റിംഗ് എക്സ്ചേഞ്ച് സംഭവങ്ങളെല്ലാം കഴിഞ്ഞു. അവരങ്ങോട്ടും ഇങ്ങോട്ടും മോതിരം മാറി. അവർ രണ്ടുപേരും വളരെ സന്തോഷവും വളരെ ഹാപ്പി. അഖിൽ ചേട്ടൻ വളരെ ഹാപ്പിയാണ്. മീനാക്ഷി അതിലും ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങളെല്ലാവരും ഫാമിലിയിലെല്ലാവരും ഭയങ്കര ഹാപ്പിയും അടിച്ചു പൊളിച്ചൊരു മൊമെൻ്റ് ആയിരുന്നു അവരുടെ എൻഗേജ്മെൻറ്റ്. പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു എൻഗേജ്മെൻറ്റ് വളരെ ചെറിയ രീതിയിൽ നടത്തിയതാണേലും സംഭവം അടിപൊളിയായിരുന്നു. സൂപ്പർ എൻഗേജ്മെൻ്റ് ആയിരുന്നു. എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അടിപൊളിയായിരുന്നു എന്ന്. പിന്നെ മെയിനായിട്ടൊരു കാര്യം, ഞാൻ ഇതിനകത്ത് ഡാൻസിൻ്റെ വീഡിയോസ് ഒന്നും ഇടുന്നില്ല. അതൊക്കെ നമുക്ക് ഷോർട്സ് ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു, കാരണം അത് കോപ്പിറൈറ്റ് വരും. അതുകൊണ്ട് ഞാൻ ഡാൻസിൻ്റെ വീഡിയോസ് ഒന്നും ഇടുന്നില്ല. പറഞ്ഞിനി ഞാൻ ഒന്നും ബോറടിപ്പിക്കുന്നില്ല. ബാക്കിയെല്ലാം നമുക്ക് വീഡിയോസിൽ കാണാം. ഒരു 10 മിനിറ്റ് സമയം, 10 മിനിറ്റ്. എങ്ങനെയുണ്ടായിരുന്നു ഡാൻസ്? Super. കൊള്ളായിരുന്നു. Very good. Yeah. Consider. Yeah. ഡാൻസ് ഒന്നും കളിക്കാൻ ചിറ്റ ഞാൻ ലെഫ്റ്റ് ഹാൻഡ് ആണ്. ചിറ്റയ്ക്ക് ഗ്രൂപ്പ് കളി നമുക്ക് കളിക്കാം. അവളെ കല്യാണത്തിന് കളിക്കാം. കൊള്ളായിരുന്നു. മറന്നു പോയില്ലേ? സാരമില്ല. ചേട്ടത്തിയുടെ ഡാൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. സോറി, ഇവരൊക്കെ എടുക്കട്ടെ. ആരെയും വ്ളോഗിൽ കാണിച്ചില്ല.
മാത്രമേ ഇടുള്ളൂ. അവിടെ ഒന്നും ആരുമില്ല, എല്ലാവരും ഉണ്ണാൻ പോയി. എന്തോ ചെയ്യാനോ, എനിക്ക് ആരടുത്തും മിണ്ടാനോ ഇരിക്കാനോ പറ്റുന്നില്ല. നിങ്ങൾ കുറേ നാളുകൊണ്ട് തിരക്കുന്ന ഒരാളെ ഇന്നാണ് വെളിച്ചത്ത് തന്നത്. അലീമിക്കായ ഇന്നാണ് കിട്ടിയത്. അലീമിക്കൊക്കെ ജോലിയൊക്കെ ആയതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ സ്ഥലം മുടിഞ്ഞ്. എന്ത് ജോലി? ചാർട്ടേഡ് അക്കൗണ്ട് ആയിട്ടാ? എവിടെ ചാർട്ടേഡ് അക്കൗണ്ട് അല്ലല്ലേ? അല്ലേ? ആ, ഒരു കമ്പനിയിൽ. എനിക്കറിയത്തില്ല ഇതിലേതാന്ന്. അയ്യേ, രണ്ടല്ലായിരുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞ് ശനിയാഴ്ച കോളേജ് ജംഗ്ഷനിൽ വരുമ്പോൾ ലക്ഷ്മി ബേക്കറിന്ന് മേടിച്ചു തരാം ജോലി കിട്ടി എൻ്റെ ട്രീറ്റ്. പിന്നെ അപ്പോ എന്ത് സുഖം തന്നെ. എല്ലാവർക്കും ഒരു ഹായ് പറയാം. അലീമിക്ക ഫാൻസ് അസോസിയേഷൻ ഇന്ന് ഉണരേണ്ടതാണ്. കേട്ടില്ല. ബാബു എൻ്റെ ഇരിക്കും പണ്ടത്തെ. ഏടാ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ചുമ്മാതാ ഇരി കഴിയണ ഇവിടെ ഫോട്ടോ എടുത്തു തരാം. ഇവരൊക്കെ വീഡിയോയിൽ എടുത്തില്ലേ പരാതിയാണ്. എന്റെ സബ്സ്ക്രൈബർ ആയത് കേട്ടോ. ഞങ്ങളെ വീഡിയോ കാണുന്ന ഒരാൾ അടുക്കള ചേച്ചി നമ്മുടെ ചേച്ചി കുഞ്ഞമ്മ ഉണ്ണാൻ പോയോ? എത്ര മിനിറ്റ്? 5 മിനിറ്റ് പറയണോ, 10 മിനിറ്റ് പറയണോ, 1 മണിക്കൂർ പറയണോ? ഷോർട്ട് ഫിലിം ലഞ്ച് വന്ന ടൈമില്ല, വിശക്കുന്നു. മീനാക്ഷി സീക്രറ്റ്സ് ഇത്ര പേര് സീക്രറ്റ്സ് അല്ല, പക്ഷെ ഞാൻ സംസാരിക്കാം. കല്യാണത്തിന്റെ അന്ന് സംസാരിക്കാം. പിന്നെ എന്തിനാ എന്നെ വീഡിയോ എടുപ്പിച്ച്? അമ്മുകുട്ടിയെ പറ്റി വേണ്ട വേണ്ട. ഷോമോഡിന് അലീമ കൊടുത്താണ്. ഫോട്ടോനെ പറ്റി രണ്ട് അഭിപ്രായം. It's a very cute photo, very intimate. It's one of our first photos together. Our first framed photo. So you have that honor. Thank you. അമ്മ എടുത്തത്. ഇഷ്ടപ്പെട്ടു. മീനാക്ഷിക്ക് ഇഷ്ടപ്പെട്ടോ? നീ നമുക്ക് ഫുഡ് കഴിച്ചാലോ? നമ്മള് പരിപാടിയെല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ പോവാണ്. വിച്ചാറിന്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ടായ സൂര്യചേട്ടനുണ്ട്. നമ്മൾ ഊരല്ലേ എന്റെ പൊന്നെ, സാരിയൊക്കെ ഊരി വന്നാല് എവിടെയാടാ കഴിക്കുന്നത്? കഴിക്കാൻ പോവാണ്. എല്ലാരും ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. അങ്ങനെയുണ്ട് കറിയൊക്കെ? അങ്ങ് പോയിരുന്നോ? മീനാക്ഷി
ഹലോ, അപ്പം ഞങ്ങളുടെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോവുകയാണ്. ഇവര് പോവാതെ ഇവിടെ ഇരിക്കുക. പോന്നില്ലേ? വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ ഓക്കെ, ഇറങ്ങി വരുന്നില്ല. ഇറങ്ങി. മുത്തുകിളി ഫംഗ്ഷൻ കഴിഞ്ഞപ്പോ ചത്ത കിളിയായി. എനിക്കിതൊക്കെ ഊരിക്കളഞ്ഞോളാം. ഇങ്ങനത്തെ സാധനം ഇനി വേറെ അടുത്തില്ല. അമ്മുക്കുട്ടി ഇറങ്ങി പോണം. സാരി കഴിഞ്ഞു. ഞങ്ങളിവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് പോവാണ്. രണ്ടുപേരും ഇറങ്ങി വരുന്നുള്ളൂ. 4:30 ട്രെയിന്. 3 മണിയായിട്ട് പോവാൻ കൊണ്ടിരിക്കുക. പെട്ടെന്ന് ഫോട്ടോഷൂട്ട് ഇതുവരെയും കഴിഞ്ഞില്ലയോ? കഴിഞ്ഞില്ലേ ഫോട്ടോഷൂട്ട്? ശരി. നിങ്ങളിവിടെ എന്നിട്ട് ട്രെയിനിൽ കയറ്റി വിടുവാ. ഗാഡിക്ക് പോകണം. പാക്കിംഗ്. ഫോട്ടോഷൂട്ട് നടക്കാണ് അവിടെ. റൈറ്റ് കയ്യിലേക്ക് ഡൗൺ കൊടുക്കാം. അപ്പൊ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. മീനാക്ഷിയുടെ ഷൂട്ട് കഴിഞ്ഞു. ഒരു സെറ്റ് വീട്ടിലോട്ട് പോയി. ആൻഡ് മീ ആൻഡ് ചന്ദ് ഷാജി ഓക്കെ. ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ആൻഡ് ഞങ്ങൾ വീട്ടിൽ പോവാ തിരിച്ച്. ബൈ. എല്ലാവരും ഞങ്ങൾ നിശ്ചയെല്ലാം കഴിഞ്ഞ് അഖിലിൻ്റെ അച്ഛൻ നമ്മുടെ വീടൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ വീട് കാണാനായിട്ട് അഖിലിൻ്റെ അച്ഛൻ വന്നു. എൻ്റെ തൊണ്ടയ്ക്ക് വയ്യ, എനിക്ക് പനിയാണ്. മീനാക്ഷി കോസ്റ്റ്യൂം ഓർണമെന്റ്സ് എല്ലാം അഖിൽ ഹാപ്പിയായ? Very happy. എങ്ങനെ ഉണ്ടായിരുന്നു ഫംഗ്ഷൻ? Very good. I had to smile a lot. I knew I had to smile a lot, but I still wasn't prepared for it. എനിക്കിവിടെ മനസ്സിലാവണം കേട്ടോ. കുറച്ച് കൊച്ച മലയാളം പറയാം. ചിരിച്ച് ഊപ്പാണ്. ബെസ്റ്റ്. ചിരിച്ച് ഊപ്പാടുവാ ഇന്നത്തെ ഫംഗ്ഷൻ. എന്തുവാ കാര്യം? എന്തുവാ? ഇത്രയും ഞാൻ ചിരിച്ചിട്ടില്ല. ഓ, ഫോട്ടോസ് എടുത്ത്. അങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ചിരിക്കത്തില്ല. ശരി. ഞാൻ വിചാരിച്ച കോമഡി ചിരിയെന്ന് പറയുമ്പോ എനിക്ക് അറിഞ്ഞൂടെ ഇനി എങ്ങനെയാണ് ചിരിക്കാവുന്നത്. അങ്ങനെ പറയുമ്പോ ചേട്ടൻ ചിരിക്കും. അല്ല, നിങ്ങൾ പറയുമ്പോ അതില്ല. ഷീബ ചേച്ചി ഹാപ്പിയായ? ഹാപ്പിയാണ്. എങ്ങനെയുണ്ട് ചേട്ടാ പുതിയ മരുമോള്? ഇഷ്ടപ്പെട്ട് സങ്കല്പത്തില് എങ്ങനെ? അനിയത്തെ ഇഷ്ടപ്പെട്ടോ? ഞങ്ങളെല്ലാം ഇവിടെ ഇരുന്ന് സംസാരിക്കുക. അവിടെ ആരാ രണ്ടുപേര്? ചേച്ചി ബാത്റൂമിൽ പോയാ? അതാണ്ട് ഇവരൊക്കെ ഇറങ്ങാൻ പോകുന്നു. ഞങ്ങളുടെ നിശ്ചയ വീഡിയോയിലെ ലാസ്റ്റ്
ലാസ്റ്റ് അല്ലേ ഇത്, ഇവരും കൂടെ പോയാൽ വൈൻഡ് അപ്പ് ചെയ്യാം നമുക്ക്. ഇതാര് പക്ഷെ അധ്യക്ഷൻ കാത്തിട്ടോ. സ്പ്രേ ഏതാന്ന് നല്ല മണോ. ചേട്ടാ ഒരു ഉപ്പിയങ്ങ് അടിക്കും. വരമ്പേ കാണാം. എന്താ പറഞ്ഞ അമ്മ വരമ്പേ കാണാം. വരമ്പെന്ന് പറഞ്ഞാൽ ഈ തെടില് മതില് പോരുന്നതിനെ വരമ്പേ. കൊച്ചു കറക്റ്റാ പറഞ്ഞല്ലേ, മോന്നൂടെ പറഞ്ഞു. എന്താ പറഞ്ഞ When I come again, I'll see you. മതിയായല്ലേ, തൃപ്തിയായി ചേട്ടാ. നെക്സ്റ്റ് ടൈം Next time. Until next time. കം ആൻഡ് സീ. Yes. I'll see you next time I come. ഞങ്ങളും പിള്ളേർ സെറ്റൊക്കെയാ, നേരത്തെ പിടിച്ച് കെട്ടിച്ചെന്നേ ഉള്ളു. 18 വയസ്സിൽ കെട്ടിച്ച് ഞങ്ങളെയൊക്കെ. അതാ ടാറ്റ ശിവാൻജി. 15-ാം തീയതി ആയിരിക്കും. ഗേറ്റ് അടച്ചു. ബൈ ബൈ ബൈ. Bye bye. Well done, Natashaji. അച്ചു ടാറ്റാ. Bye. See ya. മീഡിയയില് മീനാക്ഷിയുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. ഒഫീഷ്യലി മീനാക്ഷിയും കമ്മിറ്റഡ് ആയി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് നാളെ ആയിരിക്കും.